ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമുക്ക് കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ ഒരു ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷറിംഗ് കപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിന്റെ അളവിന് എടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കുക. അപ്പൊ അതാ ഒരു പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 1 കപ്പ് ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉഴുന്ന് ഒരു 2 പ്രാവശ്യമൊക്കെ കഴുകിയാൽ മതി. അതിലൊരു സ്റ്റാർച്ച് കണ്ടന്റ് ഒന്നും ഒട്ടും പോകരുത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം കഴുകിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. പച്ചരി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ചവ്വരിയാണ് കേട്ടോ. നമ്മുടെ സാബൂനരി എന്നൊക്കെ പറയൂലേ, ആ ഒരു സംഭവമാണ്. അതൊരു അര ഗ്ലാസ് മതിയാവും. നമ്മൾ പച്ചരി മുഴുന്നൊക്കെ എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ചവ്വരിയും കൂടെ ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നല്ല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. ഉഴുന്ന് 2 പ്രാവശ്യം മതി. അതേപോലെ തന്നെ ഇതാ നമ്മൾ ചവ്വരിയും കഴുകിയിട്ട് എല്ലാം കുറച്ചധികം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുതിർത്തിയെടുക്കുന്നത്. അപ്പൊ രാവിലേക്ക് നമ്മളിത് കഴുകി ഫ്രിഡ്ജിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്താൽ നമുക്കൊരു സന്ധ്യ രാത്രിയൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിലെടുത്ത് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം ഇതാ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയുടെ ബാറ്റർ അരച്ചെടുക്കുന്നത്. അപ്പൊ ചവ്വരിയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ അതാ ഞാൻ ഉഴുന്ന് സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പൊ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. കാരണം ഇഡ്ഡലിയുടെ ബാറ്റർ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പൊ ഉഴുന്നും ചവ്വരിയും കൂടെ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. എത്ര ശരിയാവാത്തവർക്കാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വിസ്ക് ഉണ്ടല്ലോ അത് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള ഉഴുന്നും ചവ്വരിയും കൂടെ ഉള്ള മിക്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബീറ്റർ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ നേരത്തെ കാണിച്ച ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ ഉഴുന്നിൽ നന്നായിട്ട് എയർ ബബിൾസ് കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. കുറച്ചും കൂടെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ കിട്ടൂട്ടോ നമുക്ക് ഉഴുന്ന്. അപ്പൊ അതങ്ങനെ നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള ആ ഒരു പച്ചരിയും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പച്ചരി അടിക്കുമ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോ ഇതാ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഉഴുന്നും ചവ്വരിയുടെ മിക്സും അതേപോലെ നമ്മൾ ആ ഒരു പച്ചരിയുടെ മിക്സും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇഡ്ഡലിയുടെ ബാറ്റർ കിട്ടേണ്ടത്. എന്നിട്ട് അടച്ചു മൂടിയിട്ട് രാത്രി ഓവർനൈറ്റ് ഞാൻ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാറ്റർ ഓവറായിട്ട് പൊന്തി വരൂല കേട്ടോ. കാരണം നമ്മളിതിൽ ഉഴുന്നും ചോറും അവലൊന്നും അല്ല ചേർത്ത് കൊടുത്തേക്കണ ചവ്വരിയാണ്. പക്ഷെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാറ്റർ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ വെള്ളമൊക്കെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ തിളക്കാനായിട്ട് വെച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോഴാണ് ഞാൻ തട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
കൊടുക്കുക. എന്നിട്ട് ആവി വരുമ്പോൾ നമ്മൾ ബാറ്റർ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കോരി ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ 2 തട്ടിൽ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് മാത്രം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആവിയേറ്റിയെടുക്കുക കേട്ടോ, സ്റ്റീം ചെയ്തെടുക്കുക. ഓവറായിട്ട് ഇതിൽ ഒരിക്കലും കുക്ക് ചെയ്തിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അപ്പോഴാണത് ഒട്ടും വേർത്ത് വരാത്തതും വേർത്ത് പോയ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ താന്നു പോകുന്നതിനൊക്കെ ഉള്ള കാരണം ഇതാണ് കേട്ടോ. നമ്മൾ ഓവറായിട്ട് ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് ഒരു 5-6 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഇഡ്ഡലിയുടെ തട്ടിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. നല്ല ഈസി ആയിട്ട് പോരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇഡ്ഡലി നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വേർത്തും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇഡ്ഡലി. ഇതേപോലെ ചവ്വരി ചേർത്തിട്ട് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ പറഞ്ഞ പോലെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തും കൂടി എടുത്ത് നോക്കിട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല കിടിലൻ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയും കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഞാൻ 1-2 ടിപ്പുകൾ കാണിക്കുന്നുണ്ട് നല്ല കിടിലൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ അതിനായിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ സാമ്പാറിൻ്റെ പരിപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് കായവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു മൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു മൂടി വേവിച്ചെടുക്കുക. പരിപ്പ് വേവിക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വെന്ത് കിട്ടുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അതേപോലെ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഓവറായി പോകണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് സാമ്പാർ പൊടി ഇതിലിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പൊടിയിലേക്ക് തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നത്. നമ്മൾ വേറെ പാത്രത്തിൽ ഒന്നിട്ട് വെണ്ടക്ക വാട്ടാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് ഈ ഒരു പാത്രത്തിലിട്ട് ഈ ഒരു സാമ്പാർ പൊടിയിലിട്ട് നന്നായിട്ട് വെണ്ടക്ക വാട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു വെണ്ടയ്ക്കയുടെ ഇതിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് ഒക്കെ പിടിച്ച് ഒട്ടും കുഴയാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് വേവിച്ചതിന് ശേഷം നമ്മുടെ സാമ്പാർ പൊടി അതേപോലെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ആ ഒരു കുക്കറിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും പുളിവെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു മിക്സാണ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് പരിപ്പും ആ ഒരു പച്ചക്കറികളും കൂടെ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ സാമ്പാറാണ്. അതേപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ തിള വരുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു പുളിയും അതേപോലെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ സാമ്പാറാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ സാമ്പാർ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള ഇഡ്ഡലിക്കും ചോറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ മസാലയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി വെക്കാനും മട്ടനും ഒക്കെ കറി വെക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു 4 സവാള ഇതേപോലെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കുറച്ച് വെളുത്തുള്ളിയും ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അത്യാവശ്യം വലിയ പീസായാലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പച്ചമല്ലിയും എരിവിന് ആവശ്യമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഉണക്കമുളകും കൂടി എടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള ഉണക്കമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടാ. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക്
ഒരുപാട് സവാള വാടണമെന്നൊന്നുമില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഒരു 3-4 തക്കാളി, ഒരു 5 തക്കാളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 പച്ചമുളകും ഒരു 10-18 കശുവണ്ടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കശുവണ്ടിയും കൂടെ ചേർത്ത് മസാല തയ്യാറാക്കി വെക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വാടി വരട്ടെ കേട്ടോ. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് കുറച്ചൊരു മസാലപ്പൊടികൾ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മസാല ഇവിടെ റെഡി ആകുമ്പോഴേക്കും ചിക്കൻ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കറി വെക്കാനും പറ്റും. ആ ചിക്കനിലേക്ക് നന്നായിട്ട് ആ ഒരു പൊടികളൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോഴേക്കുള്ള നമ്മുടെ ആ ഒരു സവാളയും തക്കാളിയൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഓവറായിട്ട് വാടണമെന്നൊന്നുമില്ല, ഇത്രയും തന്നെ മതിയാവും. ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്ത് ചൂടാറിയതിന് ശേഷം ഞാനതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടിയിട്ട് അടിച്ചെടുക്കണ്ട കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതേ രീതിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് കറികളൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ കറി ഇതേപോലെ മസാല മാത്രം റെഡിയാക്കി തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കൻ കറി വെച്ചെടുക്കാം. അപ്പൊ നമ്മൾ സവാളയും തക്കാളിയൊക്കെ വാട്ടില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചുള്ള ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിട്ടാ. എന്നിട്ട് അടച്ച് മൂടിയിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി ചിക്കനിൽ നിന്നൊക്കെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് മസാല ഒന്നും ഈ ഒരു ഗ്രേവി ഇതിൽ വേണ്ട, കാരണം നല്ല തിക്കായിട്ടുള്ള മസാലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മസാലയൊക്കെ മതിയാവും, ഗ്രേവി മതിയാകും. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഗ്രേവി പിടിക്കുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു ഗ്രേവിയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്കൊക്കെ ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പോകും. എന്നിട്ട് നമ്മൾ അതേപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു മൂടിയിട്ട് ഒന്നും കൂടെ ചിക്കനിലേക്ക് ആ ഒരു ഗ്രേവി ഒക്കെ പിടിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഗ്രേവി ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ കറി വെക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ആണെങ്കിൽ ഇതേപോലെ മസാല തേച്ചിട്ട് ആവശ്യമുള്ള ഗ്രേവി ഇതേപോലെ എടുത്ത് നമുക്ക് വേഗം തന്നെ ചിക്കൻ കറി വെച്ചെടുക്കാം. അതേപോലെ മട്ടൻ ആണെങ്കിലും കുക്കറിലൊന്ന് മട്ടൻ വേവിച്ചിട്ട് ഈ ഒരു ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് ഗ്രേവിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.